സവാളയും മറ്റു പൊടികളൊന്നും ഇടാതെ തന്നെ സിമ്പിളായിട്ട് 10 മിനിറ്റിൽ പ്രധാനപ്പെട്ട 3 ചേരുവ കൊണ്ട് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി മീൻകറിയുടെ റെസിപ്പിയാണ് ഇന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. മുളക് പൊടി, തക്കാളി ആൻഡ് തേങ്ങ, ഈ 3 പ്രധാന ഇൻഗ്രീഡിയൻസ് വെച്ചാണ് നമ്മൾ ഇന്നത്തെ സിമ്പിൾ ആൻഡ് ടേസ്റ്റി മീൻകറി ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. ഇന്ന് നല്ല അടിപൊളി വിളമീൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ ഇത് കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് നമുക്ക് സിമ്പിൾ ആയിട്ട് 10 മിനിറ്റിൽ നമുക്ക് ഈ കറി റെഡിയാക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പം നമുക്ക് അർജന്റായിട്ട് എവിടെയെങ്കിലും പോകാനുണ്ടെങ്കിലോ അല്ലെങ്കിൽ പെട്ടെന്ന് ആരെങ്കിലും നമ്മുടെ വീട്ടിലേക്ക് വരുമ്പോഴൊക്കെ നമുക്ക് ഇതുപോലെ മീൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഏത് മീനാണെങ്കിലും നമുക്ക് ഇതുപോലെ ചെയ്യാം കേട്ടോ. ചെറിയ ചെറിയ മീൻ, അതായത് ചാള മുതൽ നമ്മുടെ വലിയ വലിയ മീനിലെ കേര, അതുവരെ നമുക്ക് ഇതുപോലെ ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ. ടേസ്റ്റിൽ നല്ല അടിപൊളിയായിരിക്കും. എന്നാൽ നല്ല കുറുകിയ ചാറായിട്ട് നല്ല മുളകൊക്കെ തെളിഞ്ഞ് നല്ല എണ്ണ തെളിഞ്ഞെടുക്കുന്ന കറിയാണ് കേട്ടോ. അപ്പൊ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കണ്ടോ, എന്നിട്ട് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുതേ. ഇത് ഉണ്ടാക്കുന്ന പ്രോസസ്സ് ആണെങ്കിലും വളരെ സിമ്പിൾ ആണ് കേട്ടോ. നമ്മൾ സവാളയൊക്കെ ഇട്ട് മീൻകറി വെക്കുമ്പോൾ അത് വഴച്ചാനും വഴന്ന് വരാനും ഒക്കെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. ഇത് ആ തേങ്ങയുടെ അരപ്പൊഴിച്ച് ആ മീൻകറി ഒന്ന് തിളക്കണ സമയം നമുക്ക് മീൻകറി റെഡി ആയിട്ട് കിട്ടും. ഈ ഒറ്റ ചട്ടിയിൽ തന്നെ നമുക്ക് സംഭവം സെറ്റ് ആക്കാനും പറ്റും കേട്ടോ. അതാണ് ഇതിന്റെ മെയിൻ ഹൈലൈറ്റ്. ഇനി കറി എങ്ങനെ വെക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഒത്തിരി പണിയൊന്നുമില്ല കേട്ടോ. അത് ഈ സംഭവങ്ങൾ മാത്രം മതി. ഞാനിവിടെ ഒരു വലിയ തക്കാളി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പച്ചമുളക്, നല്ല എരിവുള്ള പച്ചമുളകാണ്, അതുകൊണ്ടാണ് ഒരെണ്ണം എടുത്തത്. പിന്നെ 3 കുടംപുളി എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ പച്ചമുളകും തക്കാളിയും ഞാനൊന്ന് അരിഞ്ഞെടുത്തിട്ട് വരാം. ഇതാ കണ്ടില്ലേ, ഒത്തിരി വലുതായിട്ടല്ല, ഇത്രമുള്ള കഷ്ണങ്ങളായിട്ടാണ് നമ്മുടെ തക്കാളി ഇവിടെ അരിഞ്ഞെടുത്തേക്കുന്നത്. പച്ചമുളകും ഞാനൊരു 5-6 സ്ലൈസ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മീൻകറി വെക്കുന്നത് എങ്ങനെയാന്ന് നോക്കിയാലോ. മീൻകറി അടുപ്പത്താക്കാൻ ഉദ്ദേശിക്കുന്ന ചട്ടിയിൽ തന്നെയാണ് ഞാൻ ഡയറക്റ്റ് ആയിട്ട് അരപ്പ് കൂട്ടുന്നത്. നോക്കിക്കോ. ആദ്യമായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഒരു 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് കേട്ടോ. ഇത് കാശ്മീരി ചില്ലി പൗഡർ ആണ്. മുളക് പൊടി മാത്രം നമ്മൾ മെയിൻ ആയിട്ട് ചേർക്കുന്നുള്ളൂ. അപ്പോൾ ഒരു 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്കൊരു 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഒത്തിരി മഞ്ഞൾപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ കറിക്ക് നല്ല മഞ്ഞ കളറായി പോകും. അതുകൊണ്ടാണ് ഒരല്പം മാത്രം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇത്രയും മീനിന് വേണ്ടത് ഒരു 2 ടേബിൾ സ്പൂൺ ഉപ്പാണ്. അതും കൂടി നമുക്ക് ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. പൊടികൾ നമ്മൾ ഇത്രയും മാത്രം ചേർക്കുന്നുള്ളൂ കേട്ടോ. ഇനി നമ്മൾ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാൻ പോണത് നല്ല വെളിച്ചെണ്ണയാണ് കേട്ടോ. വെളിച്ചെണ്ണ നമ്മൾ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നാലാണ് നമ്മുടെ കറിക്ക് മുളക് തെളിഞ്ഞ് വന്ന് നല്ല ചുമന്ന കളർ ഉണ്ടാവുള്ളൂ. ഇവിടെ എല്ലാവർക്കും ചുമന്ന കളറുള്ള മീൻകറിയാണ് കേട്ടോ ഇഷ്ടം. ഈ മീൻകറി നമുക്ക് കപ്പയുടെ കൂടെയും ചോറിന്റെ കൂടെയും അല്ലാതെ നമ്മുടെ സാധാരണ കടികളുടെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റുന്ന അടിപൊളി മീൻകറിയുടെ റെസിപ്പിയാണ്. 3 സ്പൂൺ വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ പൊടികളും വെളിച്ചെണ്ണയും കൂടി നമ്മൾ നല്ലപോലെ ഒരു സ്പൂൺ വെച്ച് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ വെളിച്ചെണ്ണയും മുളക് പൊടിയും കൂടി ചേരുന്നതാണ് കേട്ടോ നമ്മുടെ കറിയുടെ മെയിൻ കളർ കിട്ടുന്ന സംഭവം. അപ്പോൾ രണ്ടും കൂടി നല്ലപോലെ നമുക്ക് ഇതൊന്ന് മിക്സ് ആക്കി കൊടുത്തതിന് ശേഷം നമുക്ക് അടുത്തതായിട്ട് ഇടാൻ പോകുന്നത് നമ്മൾ ഇവിടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി, പച്ചമുളക് ആൻഡ് നമ്മുടെ കുടംപുളിയാണ്. അത് നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യണത് നമ്മുടെ മീന് ഡയറക്റ്റ് ആയിട്ട് ഇതിനകത്തേക്ക് പെറുക്കി വെച്ച് കൊടുക്കാം. ഞാൻ പറഞ്ഞില്ലേ, സിമ്പിൾ ആണ് ഈ മീൻ കറി ഉണ്ടാക്കുന്ന പ്രോസസ്സ്. ഇത് എത്ര ഉള്ളു പണി. നമ്മുടെ തേങ്ങയുടെ അരപ്പ് ഒന്ന് തിളക്കണ സമയം മതി നമ്മുടെ മീൻ കറി ഇവിടെ റെഡി ആവാനായിട്ട്. അപ്പം ഇത്രയും റെസിപ്പി, സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പി നിങ്ങൾ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടാവില്ല. അപ്പോൾ മീൻ കറി ഇനി വെക്കാൻ ഉദ്ദേശിക്കുന്നവർ ഇതുപോലെ ഒന്ന് വെച്ച് നോക്കട്ടോ. നല്ല കളറും ഉണ്ടാവും, നല്ല ടേസ്റ്റ് ഉണ്ടാവും, എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും കേട്ടോ. അപ്പോൾ മീനെല്ലാം ഞാൻ ഈ ചട്ടിയിലേക്ക് പെറുക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ, ഇത്രയും തേങ്ങ മാത്രമാണ് നമ്മുടെ കറിയിലെ മെയിൻ ഇൻഗ്രീഡിയന്റ് ആയിട്ട് വരുന്നത്. അതായത് ഒരു ചില്ലിന്റെ ബൗളാണ് കേട്ടോ. ഇതിനകത്ത് ഞാൻ ഒരു ബൗൾ തേങ്ങയാണ് എടുത്തേക്കുന്നത്. ഒത്തിരി തേങ്ങ നമുക്ക് ഈ കറിക്ക് വേണ്ടിയിട്ട് ആവശ്യമില്ല കേട്ടോ. നമുക്ക് ചെറിയൊരു എണ്ണ തെളിഞ്ഞ് കിടക്കുന്ന പരുവത്തിലുള്ള നല്ല കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള ഒരു കറിയാണ് ആവശ്യം. അപ്പൊ ഇത്രയും തേങ്ങ മതിട്ടോ നമ്മുടെ കറിക്ക്. എങ്കിൽ ഞാൻ പോയി ഈ തേങ്ങ അരച്ചുകൊണ്ട് വരട്ടെ. പിന്നെ അരയ്ക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, നല്ലപോലെ അരച്ചെടുക്കണം കേട്ടോ. ഒരല്പം വെള്ളം ഒഴിച്ച് നല്ലപോലെ അരച്ച് കൊണ്ടുവരണം. ഞാൻ കാണിച്ചു തരാം. പെട്ടെന്ന് അറിഞ്ഞു കിട്ടാനായിട്ട് ഒരല്പം ഉപ്പും ഒരു അല്പം, അതായത് ഒരു മൂടിയുടെ ഒരു 1/4 ഭാഗത്തോളം വിനാഗിരി കൂടി ചേർത്ത് അരച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ തേങ്ങ പെട്ടെന്ന് തന്നെ നല്ല ഫൈനായിട്ട് അരിഞ്ഞു കിട്ടും കേട്ടോ. ഇവിടെ ഞാൻ പറയാം, ഇപ്പൊ നമ്മുടെ തേങ്ങ ഇവിടെ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഒരല്പം വെള്ളം പോലെയാണ് ഇരിക്കുന്നത്. നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഇത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിങ്ങനെ അല്ലാതെ നമുക്ക് ചെയ്യാം കേട്ടോ. നമ്മളിപ്പോ ചെയ്ത് വെച്ചിരിക്കുന്ന ഈ മീനിന്റെ മിക്സ് ഇല്ലേ, അതിനകത്തേക്ക് ഒരു അല്പം വെള്ളം കൂടി ഒഴിച്ച് നമുക്ക് അടുപ്പത്ത് വെച്ച് തിളച്ച് കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ തേങ്ങ ഒഴിച്ചാലും മതി. അപ്പൊ തേങ്ങയുടെ ഒത്തിരി വെള്ളം പാടില്ല കേട്ടോ തേങ്ങ അരയ്ക്കുമ്പോൾ. ഇതാ നമ്മൾ തേങ്ങ അരച്ച് വെച്ചത് മുഴുവൻ നമ്മുടെ കറിയിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ വേറെ എക്സ്ട്രാ വെള്ളം ഒന്നും ഒഴിക്കാത്തതുകൊണ്ടാണ് തേങ്ങയിൽ അത്രയും വെള്ളത്തിൽ നമ്മൾ തേങ്ങ അരച്ചൊഴിച്ചത്. നിങ്ങൾ ഇതുപോലെ ചട്ടി ഡയറക്റ്റ് ആയിട്ട് അടുപ്പത്ത് വെച്ചിട്ട് അതിന് ശേഷമാണ് തേങ്ങ ഒഴിക്കുന്നെങ്കിൽ കുറച്ച് വെള്ളത്തിൽ തേങ്ങ അരയ്ക്കണം കേട്ടോ.
ഇനി ഇതിൻ്റെ അകത്ത് മറ്റൊന്നും തന്നെ ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്കിത് അങ്ങനെ തന്നെ അടുപ്പിലേക്ക് വെച്ച് നല്ലപോലെ തിളപ്പിച്ചെടുക്കാം. നമ്മുടെ മീൻകറിയുടെ പ്രോസസ്സിങ് ഏകദേശം കഴിയാറായി. സിമ്പിൾ അല്ലേ, ഒരു 10 മിനിറ്റ് വേണ്ട. എളുപ്പത്തിൽ തന്നെ നമുക്ക് ഈ മീൻകറി ഉണ്ടാക്കാനായിട്ടും പറ്റും. കയ്യിലും കൊണ്ടൊന്നും ഇളക്കാതെ വേണമെങ്കിൽ നമ്മുടെ ചട്ടി ഇതുപോലെ ഒന്ന് ചുറ്റിച്ചെടുക്കാം കേട്ടോ. അപ്പൊ നമ്മുടെ അടിയിൽ കിടക്കുന്ന മുളകൊക്കെ നല്ലപോലെ പൊങ്ങി മുകളിലേക്ക് വരും. ഇപ്പൊ തന്നെ കറിക്ക് നല്ലൊരു കളർ വന്നില്ലേ, വെളിച്ചെണ്ണയിൽ നമ്മളെ മുളക് ചാലിച്ചതുകൊണ്ട് തന്നെ കറിക്ക് ഇപ്പൊ തന്നെ നല്ലൊരു കളർ വന്നു. തിളച്ച് കഴിയുമ്പോഴത്തേക്കും നല്ലൊരു കളറിലേക്ക് ഇത് മാറും കേട്ടോ. നമുക്കിത് അടുപ്പത്തേക്ക് വെച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ മീൻകറി അടുപ്പത്തിരുന്ന് തിള വന്ന് തുടങ്ങിയിട്ടുണ്ട്. നല്ലോണം ഒന്ന് തിളക്കട്ടെ കേട്ടോ. നമ്മുടെ മീൻകറി ഇവിടെ തിളച്ച് മറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഇടയ്ക്ക് നമുക്ക് ഇതുപോലെ അരപ്പൊക്കെ ഒന്ന് പൊങ്ങി വരുമ്പോൾ ജസ്റ്റ് ഒന്ന് കയ്യിൽ വെച്ചൊന്ന് ഇളക്കി കൊടുക്കാം. ഒത്തിരി കയ്യിലിടരുത് കേട്ടോ, മീൻ ഉടഞ്ഞു പോവും. ഇതൊന്ന് തിളച്ച് പറ്റി കഴിയുമ്പോഴത്തേക്കും ചെറിയൊരു അലങ്കാരപ്പണികൾ കൂടി ഉണ്ട് കേട്ടോ. അതും കൂടി കഴിഞ്ഞാൽ നമ്മുടെ മീൻകറി സെറ്റ്. അങ്ങനെ നമ്മുടെ മീൻകറി ഇവിടെ തിളച്ച് പറ്റിയിട്ടുണ്ട്. ഞാൻ തീ ഓഫ് ചെയ്തു. ഇനി നമുക്ക് ചെറിയൊരു താളിപ്പം കൂടി ബാക്കിയുള്ളൂ. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മീൻകറി റെഡി ആവും. അങ്ങനെ ഒരു സൈഡിൽ മീൻകറി ആവുന്ന ടൈമിൽ മറ്റേ അടുപ്പിൽ നമ്മുടെ പയറ് മെഴുക്കുവരട്ടി ഇരിക്കുന്നുണ്ട് കേട്ടോ. അതും നമ്മുടെ പൊരിച്ച വെളിച്ചെണ്ണയിൽ ഉലർത്തിയെടുത്ത നമ്മുടെ അച്ചിങ്ങ മെഴുക്കുവരട്ടി. അടിപൊളി ടേസ്റ്റ് ആണ്. ഇത് ഏകദേശം ആവാനായിട്ടോ. നമുക്കിനി ഇത് അടുപ്പത്തുനിന്ന് മാറ്റിയിട്ട് നമ്മുടെ മീൻ കറിക്ക് താളിക്കാനുള്ള പരിപാടി നോക്കാം. കണ്ടില്ലേ, നമ്മുടെ മീൻ പൊരിച്ച വെളിച്ചെണ്ണയിൽ സെറ്റ് ആക്കിയെടുത്ത നമ്മുടെ പയറ് മെഴുക്കുവരട്ടി കേട്ടോ. നിങ്ങൾ ആരെങ്കിലും ഇതുപോലെ മീൻ പൊരിച്ച വെളിച്ചെണ്ണയിൽ മെഴുക്കുവരട്ടി ഉണ്ടാക്കാറുണ്ടോ? ഒന്ന് കമന്റ് ചെയ്തേക്കണേ. ഇനി നമ്മുടെ മീൻ കറിയുടെ താളിപ്പിനുള്ള ചട്ടി ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഒന്ന് ചട്ടി ചൂടായി കഴിഞ്ഞതിന് ശേഷം നമുക്കൊരല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇങ്ങനെ ചെയ്യുന്നത് കറിക്ക് നല്ലൊരു കളർ കിട്ടാനും നമ്മുടെ മുളക് തെളിഞ്ഞെടുക്കാനും കേട്ടോ. അപ്പൊ നമ്മുടെ മീൻകറി നല്ല റെഡ് കളറിലിരിക്കും. കണ്ടില്ലേ, 5 ഉലുവ ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് പൊട്ടിച്ചു കൊടുക്കാം. അത് പൊട്ടി വരുന്ന സമയം കൊണ്ട് നമുക്ക് അല്പം ചുമന്നുള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ചുമന്നുള്ളി നല്ലൊരു ബ്രൗൺ കളറിൽ വരണം കേട്ടോ. ഇതാട്ടോ നമ്മുടെ ചുമന്നുള്ളി നല്ല ബ്രൗൺ കളറിലായിട്ടുണ്ട്. ഇനി നമുക്ക് അല്പം വേപ്പിലയും ഒരല്പം മുളക് പൊടി കൂടി ഇട്ട് കൊടുക്കാം. സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം ഒരു പിഞ്ച് മാത്രം മുളക് പൊടി എടുത്തിട്ട് നമുക്ക് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കണം, സ്റ്റവ് ഓഫ് ചെയ്യണം കേട്ടോ, അല്ലെങ്കിൽ നമ്മുടെ മുളക് പൊടി കത്തിപ്പോവും. വെളിച്ചെണ്ണയിൽ കിടന്ന് നമ്മുടെ മുളക് പൊടി ഒന്ന് മൂത്ത് കഴിഞ്ഞിട്ട് നമുക്കിത് ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. താളിപ്പം കൂടി കഴിഞ്ഞപ്പോൾ നമ്മുടെ മീൻകറി ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഇതിലും എളുപ്പത്തിൽ ഒരു മീൻകറി വെക്കാൻ പറ്റും എന്ന് എനിക്ക് തോന്നണില്ല കേട്ടോ. ഇതെൻ്റെ കോൺഫിഡൻസ് അല്ല, എൻ്റെ അഹങ്കാരമാണ്. ഞാൻ 12 വർഷമായിട്ട് ഈ മെത്തേഡിൽ തന്നെയാണ് കേട്ടോ മീൻകറി വെച്ചുകൊണ്ടിരിക്കണേ. അപ്പോൾ ഇങ്ങനെ വെക്കാത്തവർ സിമ്പിളായിട്ടുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്ക്. പിന്നെ നിങ്ങൾ ഇങ്ങനെ ചെയ്യുള്ളൂ, അതെനിക്ക് ഉറപ്പാണ്. ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ കമൻസ് പറയാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കമൻസ് പറയാനും ഇതുപോലെ മീൻകറി വെച്ച് നോക്കാനും മറക്കല്ലേ.